നമ്മുടെ മുമ്പിലുള്ള നിസ്സാര കാര്യമാണ്. ദൈവത്തിന് ഞാൻ ഉടമ്പടി സത്യസന്ധയാണെന്ന് ദൈവത്തിൽ നിന്ന് തോന്നിയാൽ മതി. നിങ്ങളിങ്ങനെ 10-12 പത്രം കിട്ടും, ഇത് ആർക്ക് കൊടുക്കും, ഓരോരും പറയുക, ഓട്ടോക്കാഷറൊക്കെ തെറി പറയുക, തള്ളക്ക് വിളിക്കുക, അയ്യോ മഴയാണല്ല, മഴ തീരട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നനഞ്ഞ് പിടഞ്ഞ് വീട്ടിൽ ഇരിക്കും. അങ്ങനെയൊക്കെ ഈ ഉഴപ്പിയാണ് നിങ്ങൾ ഉടമ്പടി കുളമാക്കി കളഞ്ഞത്. അങ്ങനെയല്ല, ഇതെന്ന് ദൈവ പൈതലിൻ്റെ ഒരു വാർഫുട്ട് ആക്ഷനാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലെ യുദ്ധത്തിൻ്റെ സമയത്ത് മഴ വല്ലതും നോക്കുവാൻ, യുദ്ധം എന്ന് പറയുമ്പോൾ അത് ഉടമ്പടി ഒരു വാർഫുട്ട് ആക്ഷനിൽ എടുക്കണം. ഇത് ഒന്നും നിങ്ങളെ തടസ്സരുത്, ഒന്നും നിങ്ങളെ തടയരുത്. വീട്ടിൽ ബന്ധുക്കൾ വന്ന് മകളെ വന്ന് പ്രസവിച്ചിട്ട് പോട്ടെ, മകളെ പ്രസവിക്കാൻ അവൾക്ക് ഒരു മാസമേ ഉള്ളൂ, അമ്മ എന്താ തിരികെത്തിക്കാത്തത്? അതെ, അവളെ പ്രസവിച്ച് അവളെ 90 കഴിഞ്ഞ് അവൾ പോട്ടെ, എന്നിട്ട് ഞാൻ തിരികെത്തിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് തടസ്സമാകരുത്. അതൊക്കെല്ലാം ഉടായ്പാണ്. മകളെ പ്രസവിച്ചോളൂ, അമ്മയിലല്ല പ്രസവിക്കണം, മകളല്ലേ, നമ്മളൊന്നും ശ്രദ്ധിക്കണമെന്നല്ലേ ഉള്ളു. അപ്പം ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ പറഞ്ഞ് ദൈവത്തിന് പണി കൊടുക്കരുത്. അതാണ് ഉടമ്പടി ഉഴപ്പണേൻ്റെ കാര്യം. ഒന്നാമത്തെ വിവരമില്ലായ്മയാണ് ഇതിനൊക്കെ വരുന്നത്, ബുദ്ധിബോധം ഇല്ലല്ല. അപ്പം അങ്ങനെ ബുദ്ധിബോധം ഇതിനൊരു പ്രത്യേക ബുദ്ധി വേണം. മനുഷ്യന്മാരുടെയൊക്കെ ഉള്ള ബുദ്ധി പോരാ. സത്യസന്ധതയാണ് ഇതിൻ്റെ ബുദ്ധി എന്ന് പറയണത്. ആത്മാർത്ഥയും സത്യസന്ധതയുമാണ് ഇതിൻ്റെ ബുദ്ധി എന്ന് പറയണത്. അപ്പം അത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ കണ്ടത് നോക്കി, അവൻ ഒരു ആഴ്ച കൊണ്ട് ലൈഫ് ചേഞ്ച് ചെയ്യാനുണ്ടല്ല, 50 ലക്ഷം രൂപ അവന് അനുഭവിച്ച്. ഇപ്പം അവൻ വിസ പ്രോസസ്സിലാണ്. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്, ഓരോ ഈ ആകാശമാണെങ്കിൽ തന്നെയും ഓരോരുത്തരും പോയി അവൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പത്രം കൊടുക്കുന്നത്. അവർ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഫീലിംഗ് ആവും ശരിക്കും. എന്താ കാര്യം, ഇവന് അനുഭവത്തിൽ നിന്നല്ലേ അത് പറയണത്. കൂട്ടുകാർക്കെല്ലാം അവൻ്റെ കൂട്ടുകാർക്കെല്ലാം കാശുരും കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പകുതിയോളം പേര് അവന് ഓൾറെഡി ഉടമ്പടി എടുപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിന് അറിയാം. ഇപ്പം നീ ഉടമ്പടി എടുത്തത് വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. ഫ്രോഡുകൾ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട്ടുകാർ പോലും അറിയത്തില്ല അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. അപ്പം തന്നെ ഓർക്കുക, നീ പക്കാ ഫ്രോഡാണ്. ജീവിതകാലം മുഴുവൻ നീ ഫ്രോഡായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ, പറ്റിക്കലായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് നീ ഉടമ്പടി എടുത്തിട്ട് വീട്ടുകാർ പോലും അറിയാത്തത്. എന്താണ്, വീട്ടുകാരറിഞ്ഞാൽ നീ കിടന്ന് നിൻ്റെ കസരത്ത് നടക്കത്തില്ല. അപ്പോൾ നീ ചാടുമ്പോൾ എല്ലാ ആവശ്യമില്ലാത്ത കാലത്തൊക്കെ നീ ചാടത്തില്ലേ. പുഡിന് വേണ്ടി ഇഡ്ഡലിയാണ് കൊണ്ടുവന്ന് വെച്ചേക്കണമെങ്കിൽ അമ്മ ഇവിടെ പുട്ട ഉള്ള എപ്പോഴും എന്ന് ചോദിച്ചുകൊണ്ട് കിടന്ന് ചാടത്. അപ്പം അമ്മ പറയും നീ ഉടമ്പടി എടുത്താണ് കേട്ടാന്ന് പറയും. അത് അമ്മയെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തതായിട്ട് അറിയിക്കത്തില്ല. എന്നിട്ട് രഹസ്യമായി സ്വന്തം മുറി കൊണ്ട് വെച്ച് പച്ചത്തിരി നിറത്തിനും കത്തിച്ചുകൊണ്ട് ആ ജന്മം പാഴാക്കും. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇതെല്ലാം പച്ച വെളിച്ചത്തിലായി സംഭവം നടക്കണം മുഴുവനും. അതുകൊണ്ട് നീ എപ്പോഴും നീ ഉടമ്പടി എടുത്തത് 10 മനുഷ്യർ അറിയിക്കുകയും ചെയ്യണം. അപ്പോഴെന്ത് ദൈവത്തെ മനസ്സിലാവും, നീ ഒരു വാല്യുബിൾ പേഴ്സണാണ്, നിന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം അങ്ങനെ ആരെയും അവോയ്ഡ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യും. അങ്ങനെയാണ് ദൈവം നമ്മളെ അവോയ്ഡ് ചെയ്ത പോലെ നമുക്ക് തോന്നുന്നത്. യു ഗോട്ട് ദ പോയിന്റ്. ദൈവത്തിൻ്റെ നയപരിപാടികളിൽ ദൈവം ആരെയും അവോയ്ഡ് ചെയ്യത്തില്ല. ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അതല്ലേ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും ഒരു കാരണവശാലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ദൈവത്തിന്റെ പോളിസി, നയപരിപാടി. എന്താണ്, ഞാൻ നിന്നെ ഒരു കാരണവശാലും, നീ 2 കെട്ടിയതാണെന്നാ, നിൻ്റെ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, നീക്കൊന്നും ദൈവം നിൻ്റെ ഒരു സങ്കടത്തിൻ്റെ സമയത്ത് ഇത് കണക്കിലെടുക്കത്തില്ല. ആത്മീയ പ്രശ്നം വരുമ്പോൾ നിത്യതയെ വിഷയം ബാധിക്കുമ്പോഴാണ് നിനക്കിതൊക്കെ കടമായി മാറണത്. ഇപ്പോൾ ചില ആൾക്കാരില്ലേ, ഇപ്പോൾ ക്രിസ്ത്യൻസ് അല്ലാത്ത ചില ആൾക്കാർ, ഒരു ഭർത്താവ് അവർ ജീവിച്ചിരിപ്പുണ്ട്, ഒരു കാര്യമില്ല, നേരത്തെ ലൈനടിച്ച പാർട്ടിയുമായിട്ട് ചിലപ്പോൾ ഒളിച്ചോടിപ്പോയായിരിക്കും. പക്ഷേ ഒരു കണ്ണുനീര് നിനക്ക് വന്നാൽ നിന്നെ തൽക്കാലത്തേക്ക് ദൈവം സെറ്റ് ചെയ്യും. പക്ഷേ സുവിശേഷവിധമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സുവിശേഷവിധമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു കാരണവും പറഞ്ഞ് നിന്നെ ഈ രോഗം കർത്താവ് സുഖപ്പെടുത്താതിരിക്കത്തില്ല. യു ഗോട്ട് ദ പോയിന്റ്. നീ രോഗം സുഖപ്പെട്ടെന്നും പറഞ്ഞ് നിൻ്റെ പാപത്തിൻ്റെ ലൈസൻസും അല്ലത്.
ഇപ്പം ചിലർ പറഞ്ഞില്ലേ, ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് എന്നെ സുഖപ്പെടുത്തി, ഇതപ്പോൾ ഞാൻ കുറേ പാപമൊക്കെ ചെയ്ത് അത് കർത്താവ് കണ്ടില്ലെന്ന് വെക്കുക. ഇല്ലല്ല, അതെല്ലാം അവസാനം വരുമ്പോൾ എല്ലാം അവസാനത്തെ കണക്കായില്ലല്ല. ഇപ്പം ഈ ഭൗതിക ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കണതിന് കർത്താവ് അതാണ്, ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവഗണിക്കത്തില്ല ഒരു കാരണവശാലും. അപ്പോൾ ഇപ്പോഴേ ഈ ഭൗതിക കാര്യങ്ങൾക്ക് ജോലി കിട്ടുന്നതിനൊന്നും നിൻ്റെ പാപാവസ്ഥ ഒന്നും കാര്യമില്ല. അത് നീ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമല്ലേ. അപ്പോൾ നിനക്ക് ദൈവമേ ഞാനൊരു സമയം കിട്ടുമ്പോൾ റെക്ടിഫൈ ചെയ്തോളാം, നേരെ ചെറിയ ഞാൻ ജീവിച്ചോളാം, എന്നെ സഹായിക്കണം ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ വചനം? ഞാൻ ഒരു കാരണവശാലും നിന്നെ അവഗണിക്കത്തില്ലെന്നാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് മക്കളെ? ദൈവം നമ്മളെ അവഗണിക്കണില്ലാത്തതല്ല പ്രശ്നം. നമ്മൾ ദൈവത്തെ അവഗണിക്കുന്നത് കാരണം ദൈവം അവഗണിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ദാറ്റ്സ് എ പോയിന്റ്. യു ഗോട്ട് ദ പോയിന്റ്. പ്രീഡിയ നമ്മൾ ദൈവത്തെ അവഗണിക്കും. എങ്ങനെയാണ് കാര്യം? ദൈവത്തെ പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ ഒരു ചേച്ചി ഞാൻ എപ്പോഴും പറയും, അവരവിടെ അമ്മ മരിച്ചിട്ട് അവർ ഗൾഫിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് വന്നതാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് എന്താ പറയുക? 5:30 മണിയായി. ബാഗിൽ നിന്ന് പ്രത്യക്ഷിയുടെ തിഥിയെടുത്ത് കത്തിച്ചിട്ട് പ്രത്യക്ഷിക പ്രാർത്ഥന ചൊല്ലി. എന്നാൽ അമ്മ മരിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. അയ്യോ അമ്മ മരിച്ചതാണല്ല, ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയാണ്? അങ്ങനെയൊന്നുമല്ല. ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾക്കും അതൊരു ബൈൻഡിങ് ആയിട്ട് വരികയാണ്. ഓപ്പോസിറ്റ് ബൈൻഡിങ് വരും. ഒരു കാരണവശാലും ദൈവം നിന്നെ അവഗണിക്കത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഒരു കാരണവശാലും ദൈവത്തെ അവഗണിക്കരുത്. ദാറ്റ്സ് എ പോയിന്റ്. അത് സീരിയസ് വിഷയമാണ് മക്കളെ. ഇതൊക്കെ പെട്ടെന്ന് ഈ ഉടമ്പടിയിലൊരു ടൈപ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇത് കർത്താവ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ നിലപാടിൽ ഒരു കാരണവശാലും അവിടെ നമ്മളെ അവഗണിക്കത്തില്ല. ഒരു കാരണവശാലും അവഗണിക്കത്തില്ലെങ്കിൽ നമ്മളും അതുപോലെ ആയിരിക്കണം. കാര്യം ഈ മ്യൂച്വൽ ബൈൻഡിങ് ആണ് കർത്താവിൻ്റെ നിയമങ്ങളെല്ലാം. അത് മനസ്സിലായില്ലേ? മ്യൂച്വൽ ബൈൻഡിങ് പരസ്പരം ബാധ്യതയുള്ളതായിട്ടാണ് വചനത്തിൻ്റെ ഒരു സ്ട്രക്ചർ. അതാണ് പരസ്പരം ബാധ്യതകളെയാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നു, ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അല്ലേ? അത് ശരിതാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ. അത് മ്യൂച്വൽ ബൈൻഡിങ് ആണ് കർത്താവിൻ്റെ നിയമങ്ങൾ. ഇപ്പൊ കർത്താവ് ഞാൻ യോഹന്നാൻ 13:14 നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇതാണ് മ്യൂച്വൽ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ കർത്താവ് എന്താ പറയുന്നത്? ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ 13:5 അവഗണിക്കത്തില്ല. അത് കാരണം നിങ്ങളും ഒരു കാരണവശാലും എന്നെയും അവഗണിക്കരുത്. ഇക്കടുത്ത പോയിന്റ് മുട്ടേ നിൽക്കുക. കണ്ണടച്ച് കൈകൾ കൂപ്പി സഭാപനാശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ഞങ്ങളോട് നീ എന്തെല്ലാം ദൈവികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി, എല്ലാത്തിനും നന്ദി പറയുന്നു. അങ്ങയുടെ മക്കൾ കൊതിയോടെയും സ്നേഹത്തോടെയും അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അതെല്ലാം സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, നിന്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണം. മക്കളെ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇപ്പോൾ ആശീർവാദത്തിൻ്റെ സമയമാണ്. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളുടെ മേൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവദുരിതങ്ങൾ, വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്ന മക്കൾക്കെല്ലാം പുതിയ വാതിൽ തുറക്കട്ടെ. കർത്താവ്, നീയാകുന്ന വഴി, നീയാകുന്ന വാതിൽ, നിന്റെ വാതിൽ ഞങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ നാമം തുറക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മഹത്വം മഹത്വം ആരാധന 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 ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ ബിന്ദു സിബി എന്നാണ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ ആലയത്തിൽ വന്ന് കുമ്പിട്ടതിൻ പ്രകാരം എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ പ്രതി ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു. ഞാൻ 2024 ജനുവരി മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ പറഞ്ഞതിന് പ്രകാരമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത്. ഞാനിവിടെ വന്ന് ജസ്റ്റ് ഉടമ്പടി എടുത്തു, വീട്ടിൽ പോയി എന്നും മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെ പുതുക്കുന്നതിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ബൈബിൾ വായിക്കുന്നു, തീരുന്നിടം വരെ 2 നേരവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോക്ക് എന്നും പനിയാണ്. എന്നാണെന്നറിയത്തില്ല. ഞങ്ങൾ അടുത്തുള്ള ആശുപത്രികളിലെല്ലാം കൊണ്ട് നടന്നിട്ടൊന്നും കുറയുന്നില്ല. അവർ എല്ലാം ചെക്ക് ചെയ്തിട്ടെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ലെന്ന് പറയും. വീട്ടിൽ വരും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി. അങ്ങനെയായി ഞങ്ങളിങ്ങനെ മടുത്തു. ഒരു 5-6 മാസം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലൊന്ന് കാണിച്ച് നോക്കി, ഇനി എന്നാണെന്നറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് പ്രകാരം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ കിടന്നു അവർ ഇതുപോലെ എല്ലാം ചെക്ക് ചെയ്തു. ഇതുപോലെ പനി, ഇപ്പോഴത്തെ കാലത്തെ പനി എന്നാന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് ചെക്ക് ചെയ്തപ്പോഴും അവിടെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അന്നേരം ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൽ 8 ദിവസം കിടക്കാണ്ട് വന്ന് അന്നേരം ഞാൻ ഓർത്ത് ഇതെന്നാ ഇങ്ങനെ മാറാത്തത് എന്ന് പറയുന്നു. അന്നേരം ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ ഞാനിനി പുതുക്കാൻ വന്നിട്ടില്ല, എന്നാൽ അതുകൊണ്ടാണോ എന്നറിയത്തില്ലല്ലോ എന്നോർത്ത് ഞാൻ അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞ്, അമ്മേ ഞാൻ ഈ കൊച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിക്കോളാവേ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ ഇവിടെ സ്ഥിരം വരുന്നതാണ്. ആ ചേട്ടൻ്റെ കൂടെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു പനിയോ പ്രശ്നങ്ങളോ അവർക്ക് ഉണ്ടായിട്ടില്ല. അത് അമ്മയുടെ അനുഗ്രഹത്താലാണ് ആ പനി മാറിക്കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൊച്ച് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനെപ്പറ്റി അവൾ പറയുവേ. എൻ്റെ പേര് അതുല്യ. ഞാൻ
+2 കഴിഞ്ഞാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. 6 മാസത്തെ കോഴ്സായിരുന്നു. അപ്പം 6 മാസം കൊണ്ട് ജർമ്മൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇഷ്ടംപോലെ സ്ഥലത്ത് ഡേറ്റ് എടുത്തു. ആദ്യം ഡേറ്റ് എടുത്തു, എക്സാം എഴുതി കിട്ടിയില്ല. അന്നേരം അമ്മയെപ്പോലെ തന്നെ ഞാനും ഉടമ്പടിയിലായിരുന്നു. ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അമ്മയായിരുന്നു ഉടമ്പടിയെല്ലാം എടുത്ത്. പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, അച്ഛൻ്റെ പ്രസംഗം കേൾക്കും, രാവിലത്തെ ഡെയിലി ബ്രെഡ് കേൾക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയില്ല, എക്സാം എഴുതി കിട്ടിയില്ല. പിന്നെയും ഡേറ്റ് എടുത്തു, കിട്ടിയില്ല. അങ്ങനെ അമ്മ പറഞ്ഞു, എന്നാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും, എന്നാൽ നമുക്ക് ഒന്നും കൂടെ ഉടമ്പടി ഞാനായിട്ട് എടുക്കാം, അപ്പം ഒന്നും കൂടെ ഉടമ്പടി എടുത്ത് പുതുക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നു, ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് നമുക്ക് ജർമ്മൻ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എക്സാം ഒരു തവണ എഴുതിയാലൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ 2 എടുത്ത്, എനിക്കൊരു പേടിയായിട്ട് ഞാൻ 2 എടുത്ത് ഡേറ്റ് എടുത്തു. അന്നേരം അമ്മ പറയുന്നുണ്ടായിരുന്നു, വേണ്ട, ഒരിടത്ത് എടുത്താൽ മതി, നീ എന്താണേലും പാസ്സാവും, ഒരിടത്ത് എടുത്താൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അമ്മേ, എന്നാലും എനിക്കൊരു ഉറപ്പില്ല അമ്മ, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ 2 എക്സാമിന് ഡേറ്റ് എടുത്തു. ചെന്നൈയിലും ബാംഗ്ലൂരിലും ആയിരുന്നു ഇങ്ങനെ എടുത്ത്, ഫുൾ മൊഡ്യൂൾ വെച്ച് എടുത്തു. ചെന്നൈയിലെ എക്സാം കുറച്ച് പാടായിരുന്നു. ഞാൻ അന്നേരം എക്സാമിന് കയറിയപ്പോൾ ആണെങ്കിലും തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, പിന്നെ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി, നമുക്കിവിടുന്ന് കിട്ടിയ കാശ് രൂപമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ എക്സാം എഴുതാർക്ക് അറിയായിരിക്കും, നമുക്ക് ഭയങ്കര ക്യാമറ കാര്യങ്ങൾ, സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്, ഒന്നും അകത്തോട്ട് കയറ്റാൻ വേണ്ടി പറ്റില്ല, അവരെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും കയറ്റി വിടുന്നത്. അപ്പം ഉപ്പ് ഞാൻ പോക്കറ്റിൽ വിതറിയിട്ടാണ് പോയത്. അപ്പം ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഉപ്പ് ചെറുതായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ ഞാനിങ്ങനെ തൂത്തു. ഞാൻ എക്സാം എഴുതി എനിക്ക് പാടായിരുന്നു, എന്നാലും എനിക്ക് പാടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, അമ്മേ ഇവിടുത്തെ പോയാലും കുഴപ്പമില്ല, ഞാൻ അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട്, അവിടുത്തെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എക്സാം എഴുതിയവർക്കറിയാം, ചെന്നൈയിലെ എക്സാമിന് റിസൾട്ട് വരുന്നത് ഏകദേശം ഒരു 10-15 ദിവസം എന്താണെങ്കിലും എടുക്കും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്തൊക്കെ ബാംഗ്ലൂർ എക്സാം എടുത്തു, പോയി എഴുതി. എനിക്ക് അവിടുത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. എക്സാം എടുത്ത് കഴിഞ്ഞ് 2-3 ദിവസത്തിനൊരു റിസൾട്ട് വന്നു. ഞാൻ ഫുൾ മൊഡ്യൂളും പാസ്സായി. ഞാൻ എടുത്ത ഫുൾ മൊഡ്യൂളും പാസ്സായി. അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേയും വന്നു. ഞാൻ ഫുൾ മൊഡ്യൂൾ അവിടെ നിന്നും പാസ്സായി. ഞങ്ങളുടെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ 4 മാസം മുമ്പ് അതിന് എഴുതിയായിരുന്നു. ഞാൻ 4 മാസം മുമ്പ് എഴുതിയിട്ട് ഒന്നും ജയിച്ചിട്ടില്ല. അത് ഞാൻ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചാനും വന്നു, വാങ്ങിച്ച് കൊണ്ടുപോയി ഞാൻ എഴുതിയപ്പോൾ എനിക്ക് എക്സാം 4 പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും എനിക്കൊന്നും പാസ്സായില്ല. ഇവിടെ വന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു ഞാൻ പോയി. എനിക്ക് 2 പാസ്സായി. അത് എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് കാണാതെ പോയിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് ഒരു 6 മാസം മുന്നേ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിൻ്റെ സമയത്ത് തന്നെയാണ് ഈ പാസ്പോർട്ടും കാണാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ഞാൻ അത് വീട്ടിൽ പറഞ്ഞില്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് ഇതുപോലെ കാണാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് മാതാവ് എങ്ങനെയാണെങ്കിലും കൊടുത്തരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഈ മനോരമയിൽ പരസ്യം കൊടുക്കും, അങ്ങനെ എന്തൊക്കെയോ ചെയ്യേണ്ട ഒരിതുണ്ടായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു, അതൊന്നും നോക്കണ്ട, മാതാവ് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി ഞാനായിട്ട് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടത്തുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന്, എനിക്ക് എങ്ങും പോവേണ്ടി വന്നില്ല, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു അമ്മ. എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കും. എറണാകുളത്ത് ഞാനൊരു ക്ലാസ്സിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ കയറണമെങ്കിലൊക്കെ നമുക്ക് പാസ്പോർട്ട് വെച്ച് കാണിച്ചിട്ടേ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി. ഞാൻ വീട്ടിൽ വന്നൊന്നും പറഞ്ഞില്ല അമ്മയോട്. എനിക്ക് പേടിയായിരുന്നു, കാരണം പാസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഓർത്ത് ദൈവമേ എങ്ങനെയും ആരെങ്കിലും കിട്ടുമായിരിക്കും. ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ടോ, ആരും ഒന്നും തന്നില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇട്ട് ചോദിക്കുന്നുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടത്ത് ഇരിപ്പുണ്ട്. ആരാ എന്താണെന്ന് പോലും എനിക്ക് ഇതുവരെയായിട്ടും എനിക്കറിയില്ല. നമ്പർ എവിടെ നിന്ന് കിട്ടിയത് പോലും എനിക്കറിയില്ല. എൻ്റെ അഡ്രസ്സ് മാത്രമേ എൻ്റെ പാസ്പോർട്ടിലുണ്ടായിരുന്നുള്ളൂ, നമ്പർ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ വിളിച്ച് എൻ്റെ എല്ലാ കൊച്ചു കൊണ്ട് തന്നു. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ള, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനാണ്, പുള്ളി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ടും ഭർത്താവുമായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീട് ഹൈ റേഞ്ചിലാണ്. ഞങ്ങളിപ്പോൾ പിള്ളേരുടെ ആവശ്യത്തിനായിട്ട് കോട്ടയത്താണ് താമസിക്കുന്നത്. ഹൈ റേഞ്ച് വാഗമണ്ണിലാണ് ഞങ്ങൾ എന്നെ കെട്ടിച്ച് അയച്ചേക്കുന്നത്. ഞങ്ങളിപ്പം പാമ്പാടിലാണ് താമസിക്കുന്നത്. അവിടെ കുന്നിൻ്റെ മണ്ടയിലാണ്. സ്ഥലവും ഉണ്ടെന്ന് പറഞ്ഞാലും വഴിയില്ല, വെള്ളമില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
റോഡാണ് ഞങ്ങൾ വീടുള്ള സ്ഥലത്ത്. ഞാൻ എന്നും ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ ദൈവമേ എനിക്ക് വഴിയരിയിൽ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് എനിക്കൊരു വീട് വെക്കാൻ സാധിക്കണേ എന്നെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ല. പിള്ളേരും കുഞ്ഞുങ്ങളാണ്, എനിക്കും പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഞാനൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത്, ഞാൻ 3ാമത് ഉടമ്പടി എടുത്തപ്പം എനിക്ക് 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റി. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അത് ഞാൻ അവിടെ വീട് വെച്ചിട്ട് വന്നിട്ട് ഞാൻ സാക്ഷി ഇവിടെ വന്ന് പറയുന്നതായിരിക്കും നിങ്ങളുമായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ, ഞങ്ങൾ ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അന്നേരം അതിലെല്ലാവരും ആൾക്കാരെല്ലാം വന്ന് സഹായം ചോദിക്കുന്നതാണ്. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് മാസം ശമ്പളം കിട്ടുമ്പം അതിൽ നിന്നും ഒരു തുക പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അനാഥാലയത്തിൽ ഞാനും എൻ്റെ കൊച്ചും കൂടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും രാവിലെ കേൾക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കേൾക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിള് എന്നും അരമണിക്കൂർ ബൈബിള് വായിച്ചുകൊണ്ടിരുന്ന അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ സമയം അമ്മയോട് പ്രാർത്ഥിച്ച് സമയം പോകുന്നത് പോലും അറിയത്തില്ല. പിള്ളേരെന്നാലും വഴക്ക് പറയും, അമ്മയെ സമയം ഒത്തിരി എഴുന്നേരെന്ന് പറയുമ്പോഴാണ് ഞാൻ സമയം ഒത്തിരി ആയല്ലോ എന്ന് പോലും അറിയുന്നത്. അമ്മയോട് നമുക്ക് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ തീരുകയില്ലാത്ത പോലെ കാര്യങ്ങൾ ഞാൻ വൈകിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ്. അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ നിലനിന്ന്, എൻ്റെ കുടുംബവും നിലനിന്ന് പോകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതാവസാനം വരെ അമ്മയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവ് ജീവനോടെ പ്രതീക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ധന്യ, ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഇത് എൻ്റെ മോൾ ദക്ഷ, ഇത് ദശരഥ് മോനാണ്, ഇത് എൻ്റെ അച്ഛനാണ് തങ്കച്ചൻ. ഞാൻ എൻ്റെ മോടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ മോൾക്ക് ജനിച്ചപ്പോൾ ഹാർട്ടിനൊരു ഹോളുണ്ടായിരുന്നു. അപ്പോൾ ഒരു മൂക്ക് 1 വയസ്സായപ്പോൾ അത് സർജിക്കൽ ക്ലോഷർ ചെയ്തിരുന്നു. പക്ഷേ അതിന് ശേഷം എൻ്റെ മോടെ സൗണ്ട് കുറഞ്ഞു പോയി. അപ്പോൾ കരയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ സഹോദരി ഇതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഹോദരി പറഞ്ഞു, നമുക്ക് നീ വിശ്വാസത്തോടെ കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും അമ്മ സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2023 ഒക്ടോബർ 24 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. അങ്ങനെ നിരന്തരം ഞാൻ നേർച്ച വസ്തുക്കൾ കുഞ്ഞിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 2ാമത്തെ പുതുക്കലിൻ്റെ സമയമായപ്പോൾ എനിക്ക് കുഞ്ഞിനെയും കൂട്ടി വന്ന് അച്ഛനെ കാണാനുള്ള അനുഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ അച്ഛനെ കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അച്ഛൻ കുഞ്ഞിന് സൈത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ തേക്കുകയും കുഞ്ഞിന് കുരിശടയാളം വരയ്ക്കുകയും കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിയുന്തോറും കുഞ്ഞിൻ്റെ സൗണ്ട് കൂടി വന്നു. അങ്ങനെ ഏകദേശം ഒരു 3 മാസം കൊണ്ട് കുഞ്ഞിന് പൂർണ്ണമായി സൗണ്ട് തിരിച്ചു കിട്ടി. അമ്മ മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു. 2ാമതായിട്ട് ഞാൻ ഉടമ്പടി വെച്ചിരുന്നത് സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ 7 വർഷമായിട്ട് കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് സ്വപ്നത്തിലൊരു ദർശനമുണ്ടായി. അമ്മ മാതാവിൻ്റെ അടുക്കൽ വരികയും ഒരു സ്ഥലത്ത് തറക്കല്ലിടുന്നതും അവിടെ ഉപ്പ് വിതരണമെന്നും ഉടമ്പടി ഉപ്പ് വിതരണമെന്നും എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. ഞങ്ങളൊരിക്കലും ഒരു സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വീടുകൾ കാണുകയും അത് വാങ്ങണം, ഇനി നമുക്ക് വെക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് വീടുകൾ പോയി കാണുകയും പക്ഷെ ഞങ്ങൾക്കത് വാങ്ങാനുള്ളൊരു അനുഗ്രഹം കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ഏത് സ്ഥലമാണോ കണ്ടത് ആ സ്ഥലം എനിക്ക് അവിടെ വീട് വെക്കാൻ തറക്കല്ലിടാനും അതുപോലെ തന്നെ
ഉടമ്പടി വസ്തു അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ വിതറുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് ഈ വർഷത്തെ ഉടമ്പടി റാലിയിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്കൂട്ടറിൽ നിന്നും വീണ് എൻ്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ദൂരം നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരി എന്നെയും കൂട്ടി ഒന്ന് പറഞ്ഞു, നമുക്ക് നടക്കാം, നമുക്ക് അമ്മ മാതാവിൻ്റെ ഉടമ്പടി, നമുക്ക് അമ്മ മാതാവിൻ്റെ ജപമാല റാലിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ നമുക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി റാലിയിൽ നിന്നും പല സ്ഥലങ്ങളിലും ഇരുന്നും നിന്നുമൊക്കെയാണ് ഞങ്ങൾ ഉടമ്പടി റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്തത്. അന്ന് രാത്രി എനിക്ക് നല്ല വേദനയായിരുന്നു കാലിന്. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായി അമ്മ സൗഖ്യം തന്നു. അമ്മ മാതാവിന് ഈശോ തമ്പുരാനും കൊടാനുകൂടി നന്ദി പറയുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും എൻ്റെ കൊടാനുകൂടിയും നന്ദി ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ഞാൻ പത്രം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നൽകുകയും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ അവരോട് പറയുകയും ചെയ്തിരുന്നു. കൂടാതെ അവിടെയുള്ള രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് എന്നാലാവുന്ന വിധം ഞാൻ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമായിരുന്നു. കൂടാതെ സ്നേഹസദനങ്ങൾ സന്ദർശിക്കുകയും അവർക്കുള്ള അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഒരുപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആത്മീയമായി എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. ഞാൻ നേരത്തെ ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ അമ്മ മാതാവും ഈശോയും എനിക്ക് വളരെ വിശ്വാസം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ട്. ഞാനങ്ങനെ പ്രാർത്ഥിക്കുകയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ രാവിലെയും 5:30 പ്രാർത്ഥനയും അതുപോലെ സന്ധ്യാപ്രാർത്ഥനയും ഒരിക്കലും മുടക്കിയിട്ടില്ല. എന്നും പ്രാർത്ഥിക്കുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനിയും അമ്മ മാതാവിൽ വിശ്വസിച്ചാൽ ഒരിക്കലും നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അമ്മ മാതാവ് നമ്മുടെ ഒരാവശ്യങ്ങളും തള്ളിക്കളയില്ല. ഇനിയും ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മ മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മ മാതാവിനുള്ള അനുഗ്രഹം ഈശോ തമ്പുരാനുള്ള അനുഗ്രഹം തരുമെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു.